ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് ഒന്നുമില്ല. കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ് ചെയ്യുക, പിന്നെ ഒരു വിറയിൽ ഹാൻഡിൽ ചെക്കപ്പ് 2 സ്റ്റെപ്പായിട്ട് വണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു വെട്ടൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് കേട്ടോ. നമുക്ക് ഹാൻഡിൽ വെട്ടുന്ന കംപ്ലയിൻറ്റ് കാണിക്കുന്നത് മെയിനായിട്ട് ടയറിൻ്റെ കംപ്ലയിൻ്റാണ്. ഈ ടയർ കിടക്കുന്നത് കമ്പനി ടയറൊന്നുമല്ല, ഒരു റീസോളിങ് ടയറാണ്. അതിൻ്റെ ഒരു വെട്ടലാണ് ഹാൻഡിൽ വെട്ടലിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടയർ മാറ്റുന്നുണ്ടെങ്കിൽ പുതിയ ടയർ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ആ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് ഇട്ട് ചേഞ്ച് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറിയിട്ട്. പിന്നെ ആ ഫ്രണ്ട് വീൽ അയക്കുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിലെ ആ ബുഷുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്, ബുഷുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് അയക്കുന്നുണ്ടെങ്കിൽ അതും കൂടി മാറ്റി റീസെറ്റ് ആക്കേണ്ടി വരും. എന്നാലാണ് ആ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് മാറുള്ളൂ. പിന്നെ ഹാൻഡിൽ 2 സ്റ്റെപ്പായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ഹാൻഡിൽ കവറിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ തട്ടുന്നൊരു കംപ്ലയിൻ്റാണ്. ഈ ഗാർഡിൽ തട്ടി വർക്ക് ചെയ്തതിൻ്റെ ഒരു കംപ്ലയിൻ്റ്. ഇതിപ്പോൾ ഞാൻ അയച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിളൊന്നും നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. അതൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കണം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ആ എഞ്ചിൻ ഓയിലിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ ഭാഗത്താണ് ഓയിൽ ലീക്ക് കാണിക്കുന്നത്. ആ സ്റ്റിക്കിൻ്റെ ഓറിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീക്ക് ക്ലിയർ ആവട്ടെ. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഹാൻഡിൽ വെട്ടിൻ്റെ കേസ് ചെയ്യണമെങ്കിൽ ടയറും മാറ്റി റൊട്ടേഷൻ ചെയ്ത് ഫ്രണ്ടിലെ ബുഷുകളൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറിക്കണം. അപ്പോൾ ടയർ മാറ്റണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.